ഗുഡ് മോർണിംഗ്. ഇന്ന് നെറ്റ് മലയാളം എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. അതോടൊപ്പം തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് നമ്മളോടൊപ്പം ഉള്ളത് അരുൺ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് നെറ്റ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് മലയാളത്തിൽ കുറച്ചധികം കുട്ടികളോളം ഗവേഷണത്തിനും ഒക്കെ അവരൊരു ആഗ്രഹമുള്ളവരാണ്. പക്ഷേ നെറ്റ് മലയാളത്തിന് ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പോൾ സാറ് കുറേ വർഷങ്ങളായിട്ട് അധ്യാപന രംഗത്തുള്ള ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ സാറിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? നെറ്റ് പരീക്ഷയുടെ ഒരു പൊതു സ്വഭാവം മാറി എന്നുള്ളതാണ്. അതായത് ഞാനൊക്കെ എഴുതുന്ന സമയത്ത് എഴുത്തു പരീക്ഷയായിരുന്നു. അപ്പോൾ എഴുത്തു പരീക്ഷയായിരുന്ന സമയത്ത് കുറച്ചും കൂടെ വിമർശനാത്മകമായ അനലിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം. പിന്നീട് അത് ഒബ്ജക്റ്റീവ് ആയപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ 2-3 വർഷം UGC നേരിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കൊടുത്തത്. പക്ഷെ ഇപ്പോൾ വീണ്ടും മാറി. അതായത് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു പരീക്ഷയുടെ ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം, ആ നിലയിലേക്ക് ഒബ്ജക്റ്റീവ് പരീക്ഷയും മാറുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആധികാരികമായിട്ട് വിഷയം പഠിക്കണം. വ്യത്യസ്തമായ സമീപനങ്ങൾ ഒരു വിഷയത്തിന്മേൽ ആവശ്യമായിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പൊതുവേ നമ്മൾ മലയാള സാഹിത്യമാണ് പഠിക്കുന്നതെങ്കിൽ പോലും ചരിത്രമാണല്ലോ. അതെ. അതുകൊണ്ട് തന്നെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള വളരെ ചരിത്രപരമായ ഒരു സമീപനം എല്ലാ വിഷയത്തിനോടും. ഇപ്പം നമ്മൾ നാടകം എന്നൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ മലയാള നാടകം എവിടെ തുടങ്ങുന്നു? അപ്പം നാടകത്തിൻ്റെ കൈവഴികൾ പഠിക്കുമ്പോൾ പരീക്ഷണ നാടകങ്ങളാണെങ്കിലും ശാസ്ത്ര നാടകങ്ങളാണെങ്കിലും തെരുവ് നാടകങ്ങളാണെങ്കിലും മറ്റ് വിദേശ നാടക സങ്കല്പങ്ങളുടെ പരീക്ഷണങ്ങളാണ്. ഇബ്സനിസം പോലെയുള്ള അത്തരം നാടക പരീക്ഷണങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നെങ്കിൽ പോലും നമ്മൾ ആത്യന്തികമായി പഠിക്കുന്ന നാടകത്തിന്റെ ചരിത്രമാണ്. നാടകത്തിന്റെ ചരിത്രം ഒരു നാടിന്റെ കൂടി ചരിത്രമാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ ചരിത്രം മുഴുവനും നാടകത്തിനകത്ത് വരുന്നു. ഇങ്ങനെ ഓരോ വിഷയത്തെയും ഈ നിലയിൽ സമീപിച്ചുകൊണ്ട് മാത്രമേ ഇനി UGC നെറ്റ് പരീക്ഷയുമായിട്ടൊരു വിദ്യാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ കാണാതെ പഠിക്കുന്ന ആ ഒരു സംഭവം നടപ്പിലാകില്ല. കാരണം നമുക്ക് നെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ധാരാളം ഗൈഡുകളുണ്ട്. ഈ ഗൈഡുകളൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതിനൊക്കെ ചില പരിമിതികളുണ്ട്. ഇപ്പോൾ ഒരു വിഷയത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട എത്രയോ ആധികാരികമായ പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളിൽ എല്ലാം നിന്നും ഒരു ഗൈഡ് തയ്യാറാക്കുന്ന ഒരാൾക്ക് സാധനങ്ങൾ തയ്യാറാക്കാൻ പറ്റില്ല. അത് തന്നെ 2-3 പുസ്തകങ്ങളാവും. അപ്പോൾ നോക്കുക, ഒരു 10, 200 അല്ലെങ്കിൽ 300 പേജ് പരിമിതപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഷയത്തെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു ഗൈഡിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു വിഷയത്തിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ആ ഗൈഡ് തയ്യാറാക്കുന്ന ആൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. പക്ഷെ പരീക്ഷ വീണ്ടും മുന്നോട്ട് പോയി. നമ്മൾ പരീക്ഷയ്ക്ക് അനുസൃതമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അയാള് ഒരു കാരണവശാലും ഇത്തരം പരിമിതമായ സാധനങ്ങളിലേക്ക് പഠനം ഒതുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കുറച്ചും കൂടെ വിശാലമായിട്ട് പഠിക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ സിലബസിൽ പൊതുവെ UGCയുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്തൊക്കെ ശരിക്കും സിലബസിനകത്ത് നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പാട്ടുപ്രസ്ഥാനം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ പാട്ടുപ്രസ്ഥാനത്തിൽ രാമചരിതവും കണ്ണശരാമായണം എന്ന് പറയുന്ന 2 കൃതികളാണ് വളരെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് കടന്നു വരുന്നത്. പക്ഷെ പാട്ടുപ്രസ്ഥാനത്തിൽ ഇവ 2 മാത്രമല്ല. ഒരുപക്ഷെ പാട്ടുപ്രസ്ഥാനം എന്ന് മാത്രമേ സിലബസിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ സിലബസിൽ പരാമർശിക്കുന്ന ഒരു വിഷയം, എന്നാൽ സിലബസിൽ പരാമർശിക്കാത്ത അതിനോട് അനുബന്ധമായ വിഷയങ്ങൾ വേറെയുണ്ട്. അപ്പൊ അതുകൂടി പഠിക്കാൻ നമ്മൾ തയ്യാറായി. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനം എന്ന രീതിയിലല്ല, സിലബസിന് പുറത്തേക്ക്. ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ ഒരു ഓമന പേരിട്ട് വിളിക്കുക ഔട്ട് ഓഫ് സിലബസ്, പക്ഷെ അത് പഠിച്ചേ പറ്റൂ. ഇപ്പൊ രാമചരിതവും കണ്ണശരാമായണവും കൂടാതെ തന്നെ തിരുനിഴൽമാലയും രാമകഥാപാട്ടും പയ്യന്നൂർ പാട്ടും തുടങ്ങിയതെല്ലാം പാട്ടുകൃതികളാണ്. അപ്പൊ അത് അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് നമ്മൾ പറയുമ്പോഴും അതും ആവശ്യമാണ്. അപ്പൊ ഈ എല്ലാ വിഷയത്തിൽ നിന്നും ഇങ്ങനെ ഒരു സമീപനം നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല അത് ഒബ്ജക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല. കാരണം ഇതൊരു അധ്യാപന നിയമനത്തിന് വേണ്ടിയിട്ട് പോവാണല്ലോ. പരീക്ഷ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളത് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് UGC പഠിക്കുന്ന കുട്ടികളുടെ ഒരു ആവശ്യം. പക്ഷെ അതല്ല,
ഒരു നല്ല അധ്യാപകൻ അല്ലെങ്കിൽ നല്ല അധ്യാപികയായി ശോഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വിശാലമായി സംസാരിക്കാൻ കഴിയണം. അപ്പോൾ അത് അവരുടെ ഒരു ടീച്ചിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു അധ്യാപകനെയോ അധ്യാപികന്റെ ഐഡന്റിറ്റിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഗുളിക രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കാതെ വളരെ വിശാലമായ തരത്തിൽ വായിക്കുക, സാഹിത്യചരിത്ര പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വായിക്കുക. ഇപ്പം ഞാൻ MA ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിലാണ് ഒരു തയ്യാറെടുപ്പ്. അപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നത്തെ കഴിഞ്ഞ കുറച്ച് വർഷത്തിലെ അധ്യാപനം രീതിയിൽ എത്ര വർഷമൊക്കെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും? നന്നായിട്ടൊരു ഡിഗ്രി MA ഒരു 5 വർഷമൊക്കെ മലയാള സാഹിത്യം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരുപക്ഷെ പരീക്ഷയുടെ ഒരു 6 മാസം കൊണ്ടൊക്കെ അയാൾക്ക് അത്ര തന്നെ വിശാലമായിട്ട് പഠിച്ചാൽ JRF ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച്. ഇനി പഠനത്തിൽ ആ സിലബസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട മേഖലകളൊക്കെ ഏതൊക്കെയായിരിക്കും? അവിടെയാണ് വിഷയം. കാരണം നമ്മളിപ്പോ ഇന്നത് നിങ്ങൾ ഒഴിവാക്കിക്കോളൂ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. ആ തത്വം ഇന്ന് നടക്കില്ല. ഇപ്പോ നാടകം എടുത്തു കഴിഞ്ഞാൽ മലയാള നാടകത്തിൽ തന്നെ നമുക്കിപ്പോ ഏകാംഗ നാടകം എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുക്കാം. ഏകാംഗ നാടകം, അതൊരു ഒറ്റ അംഗം മാത്രമുള്ള ഒരു നാടകം. ഇതൊരു നാടക രീതിയാണ്. അപ്പോൾ കുറച്ച് വർഷത്തെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അയാൾ ഒരു 10 വർഷത്തെ ചോദ്യപേപ്പർ നോക്കുകയാണ്. നാടകവുമായി ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ, എക്സ് നമുക്കിടാം, ഏകാംഗ നാടകം ചോദിക്കുന്നതേ ഇല്ല എന്ന് വെച്ചിട്ട് അയാൾ അത് ഒഴിവാക്കുന്നത് ഉചിതമല്ല എന്നാണ് ഒരു അധ്യാപന നില എൻ്റെ അഭിപ്രായം. ഒരു പക്ഷേ ആ വർഷം ഏകാംഗ നാടകം ചോദിച്ചേക്കാം. സാറിപ്പം കൊടുക്കുന്ന കണ്ടന്റുകൾ എങ്ങനെയുള്ളതായിരിക്കും? ഞാൻ ഒരിക്കലും ഒന്നും ഒഴിവാക്കുന്നില്ല. ഞാനിപ്പോ സിലബസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നവോത്ഥാനം, മലയാള കവിതയിലെ നവോത്ഥാനം എന്നൊരു വിഷയത്തെ എടുത്തു കഴിഞ്ഞാൽ നവോത്ഥാനത്തിന് ഞാൻ പൂർവ്വ നവോത്ഥാന ഘട്ടം മുതൽ പഠിപ്പിക്കും. അതായത് നവോത്ഥാനത്തിനൊരു പൂർവ്വഘട്ടമുണ്ട്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ തുടങ്ങി അവിടെ മുതൽ അദ്ദേഹം തുടങ്ങുന്നുണ്ട്. ശരിക്കും 20-ാം നൂറ്റാണ്ടിന്റെ സാഹിത്യ നവോത്ഥാന കവിത ആരംഭിക്കുന്ന ആശാനിലാണ് എന്ന് നമ്മൾ ചരിത്രപരമായിട്ട് പറയുമെങ്കിലും ഇതിനൊരു പ്രീ റൊമാൻറ്റിക് ഏജ് ഉണ്ട്. അപ്പൊ അവിടെ മുതലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വസ്തുതകൾ പോലും ഒഴിവാക്കാതെ എല്ലാം നിങ്ങളിത് പഠിച്ചോളൂ, നിങ്ങൾക്കിത് വരും എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത്. കാരണം ഇന്നത് നിങ്ങൾ ഒഴിവാക്കിക്കോളൂ, ഇന്നത് നിങ്ങൾ പഠിച്ചാൽ മതി, ഇത് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു സംഗതി. കാരണം എങ്ങനെ പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി വരും. ഈ പറഞ്ഞ വിദ്യാർത്ഥി നിങ്ങളത് ഒഴിവാക്കിക്കോളൂ എന്ന് പറയുന്ന ഒരു ഭാഗം ചോദ്യം വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദ്യം വരും, സാറ് പറഞ്ഞിട്ടാണ് അത് ഒഴിവാക്കിയത്. അപ്പൊ അത് ഒഴിവാക്കുക, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ബാധ്യതയായിട്ട് അത് മാറും. സാറേ, എങ്ങനെയാകണം ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെയായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്? മലയാളം നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്. അതായത് സാഹിത്യചരിത്ര പുസ്തകങ്ങളാണ് പ്രധാനപ്പെട്ട സാഹിത്യചരിത്ര പുസ്തകങ്ങളുണ്ട്. അതിന് പുറമെ വളരെ വിമർശനാത്മകമായിട്ട് സമീപിച്ചിട്ടുള്ള മറ്റ് ഗ്രന്ഥങ്ങളുണ്ട്. നമുക്ക് നാടകം പറഞ്ഞാൽ നാടകത്തിന് ശങ്കരപ്പിള്ള സാറിന്റെ നാടക സാഹിത്യചരിത്രം, പക്ഷെ അതിന് ഒരുപാട് ലിമിറ്റേഷൻ. നാടകത്തിനെ സംബന്ധിച്ച മറ്റു അനവധി കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട്. പെന്നൻപിള്ളയുടെ കർട്ടൻ പോലെയുള്ള പുസ്തകങ്ങൾ. അപ്പോൾ എപ്പോഴും സാഹിത്യചരിത്ര പുസ്തകങ്ങളെ നന്നായിട്ട് സമീപിക്കുക. ഒപ്പം നമുക്ക് മലയാളത്തിൽ വളരെ ലഭ്യമായിട്ടുള്ള വിമർശന പഠന ലേഖനങ്ങളുണ്ട്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ സർവകലാശാല പ്രസിദ്ധീകരണ വിഭാഗമായിട്ടുള്ള ഭാഷാ സാഹിതി പോയറ്റ് പോലെയുള്ള അത്തരം പ്രസിദ്ധീകരണങ്ങളുണ്ട്. പിന്നെ ഗ്രന്ഥാലോകം, അതിനകത്തൊക്കെ പുതിയ എഴുത്തുകൾ, പുതിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന അതിൻ്റെ ഒരു ടീമും എടുക്കുന്നതും ഇതൊക്കെ തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള ആധികാരികമായ പുസ്തകങ്ങളൊക്കെ തന്നെയാണ് അവരും ചോദ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊരു പണിയാണ്, ഇതൊരു ചെറിയ ജോലിയല്ല, വെറുതെ ഒബ്ജക്റ്റീവ് എടുത്ത് വെച്ച് പഠിക്കുന്നത് പോലെ അല്ല. അപ്പോൾ ഇതൊക്കെ ലഭ്യമാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഒരു ചോദ്യം, ഇതൊക്കെ നിങ്ങൾ തരണ്ടേ അല്ലേ? ഇപ്പൊ CC നമുക്കത് കൊടുക്കാൻ പറ്റണം. നമ്മുടെ ക്ലാസ്സുകൾ അങ്ങനെ മെച്ചപ്പെട്ടതാക്കുക, നമുക്കത് മാക്സിമം കൊടുക്കാൻ പറ്റുക, പിന്നെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് കൂടെ വരിക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയല്ലേ? നമ്മളിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്. അതായത് ഒരു വിഷയത്തെ കുറിച്ച് 100% കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരാൾക്ക് കിട്ടണം എന്നുള്ള വിഷയം പഠിപ്പിക്കും. ഇനി മലയാളത്തിലെ നെറ്റ് കിട്ടാനൊരു ബുദ്ധിമുട്ടുള്ളതാണോ? ശരിക്കും പഠിക്കാത്തവർക്ക് ബുദ്ധിമുട്ടാണ്, തീർച്ചയായിട്ടും. പഠിക്കാത്തവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പഠിക്കാത്തവരെ എന്ന് ഞാൻ പറഞ്ഞത് ഒന്നും നോക്കാതെ പോകുന്നവരുണ്ടാവില്ല, അതൊരു ആത്മവഞ്ചനയല്ലേ.
ഈ പരീക്ഷ എന്തിന് എഴുതാൻ പോകുന്നു വെച്ചാൽ ഇത് കിട്ടണം, കിട്ടിയിട്ട് ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലോ അല്ലെങ്കിൽ പൈസ എന്തെങ്കിലും എയ്ഡഡ് കോളേജിലോ അല്ലെങ്കിൽ സർക്കാർ വിളിക്കുന്ന സമയത്ത് എഴുതുകയോ ചെയ്ത് ജോലിക്ക് കയറുക എന്ന ഉദ്ദേശത്തിലാണല്ലോ പോകുന്നത്. പിന്നെ ഗവേഷണത്തിലേക്ക് പോകാൻ ഇതിന്റെ ആവശ്യമില്ല. അതിപ്പോ ഏതെങ്കിലും സർവകലാശാലകളിൽ എൻട്രൻസിന്റെ പരീക്ഷ എഴുതി ഒരാൾക്ക് ഗവേഷകനാകാം. UGC നെറ്റ് കിട്ടാത്തത് കൊണ്ട് ഒരാൾ മോശപ്പെട്ട ഒരാളാണെന്ന് പറയുകയും ചെയ്തില്ല. പക്ഷേ തീരെ പഠിക്കാതെ പോകുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നില്ല ഈ പരീക്ഷയെ സംബന്ധിച്ച ഒരാൾ അങ്ങനെ ഒരു സമീപനം പുലർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പഠിക്കുമ്പോൾ പഠിക്കുന്നതിലെ പ്രശ്നങ്ങളാണ്. പൊതുവെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എളുപ്പപ്പണിയാണ്. അപ്പൊ ഗൈഡിനെയാണ് പൊതുവെ ഗൈഡ് ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. ഗൈഡുകൾ ധാരാളം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 6 മാസത്തിനിടയിൽ എനിക്ക് അറിയാവുന്ന 2 സുഹൃത്തുക്കൾ 2 ഗൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. UGC നെറ്റുമായി ബന്ധപ്പെട്ട് 2 ഗൈഡുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വിൽപ്പന തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഇതിനൊക്കെ പരിമിതികൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു അധ്യാപകനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒബ്ജക്റ്റീവിനെ അത്ര അനുകൂലിക്കുന്നില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ജോലി എന്ന നിലയിൽ ഞാൻ അതിനോട് ആ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഈ പറഞ്ഞ കവിതയാണെങ്കിൽ തന്നെയും കവിതയെ മുൻനിർത്തി തന്നെ ഒരു 2, 3, 4, 5 ഗൈഡുകൾ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു 10-300 പേജ് വരുന്ന ഒരു ചെറിയ ഗൈഡായിട്ട് മലയാള ഭാഷാ സാഹിത്യം ചുരുക്കുന്നത്. അതിൽ തന്നെ അവര് ഭാഷയ്ക്കും സാഹിത്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പൗരസ്ത്യ സാഹിത്യം, പാശ്ചാത്യ സാഹിത്യം, അങ്ങനെയുള്ള സംഗതികളൊക്കെ കുറയും. ഒരുപക്ഷെ ആ ഭാഗത്തുനിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോ കഴിഞ്ഞ പരീക്ഷ എടുത്താൽ തന്നെ അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പൊതുവെ മലയാള സാഹിത്യം പഠിക്കുന്ന കുട്ടികളിൽ ഒരു 80% ആളുകളും ഈ മീമാംസ പഠനം അല്ലെങ്കിൽ വ്യാകരണ പഠനം വളരെ കുറവാണ്. പക്ഷെ അതിനെയാണ് UGC ഇപ്പൊ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കുറച്ചും കൂടെ വേറൊരു ഈ മറ്റു നമ്മൾ സാഹിത്യ വിഷയം പഠിക്കുന്ന പോലെ അല്ലല്ലോ, കുറച്ചും കൂടി തിയറിറ്റിക്കലാണ്. അപ്പൊ തിയറി പഠിക്കാൻ പൊതുവെ മലയാള സാഹിത്യം പഠിക്കുന്ന കുട്ടികൾക്ക് മടിയാണ്. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, കവിത, സിദ്ധാന്തങ്ങൾ പഠിക്കുക. അത് കുറച്ചുകൂടെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അറിഞ്ഞേ പറ്റൂ. വ്യാകരണം പഠിച്ച് അത്യാവശ്യം വ്യാകരണവും മീമാംസയും അത്യാവശ്യം അത്തരം വിഷയങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും അത് അർഹിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ സാഹിത്യ വിഷയങ്ങളാണെങ്കിൽ നമുക്ക് എങ്ങനെയും പഠിച്ചെടുക്കാം. ഭാഷോൽപത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രാചീന സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. പക്ഷെ ഇത്തരം തിയറിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് പൊതുവെ കുട്ടികൾ പിന്നോട്ട് പോകുന്നു. അപ്പം പഠിക്കാൻ റിസോഴ്സസ് നമ്മൾ കണ്ടെത്തുകയും അതിനെ ഡെപ്തിൽ പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം CC ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം ഡോക്ടർ ജെയിംസ് മണിമല സാറും അരുൺ സാറും വൈശാഖ് സാറും ഒക്കെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ക്ലാസ്സുകൾ ഈ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നതും. ഈ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയുള്ള സ്റ്റഡി മെറ്റീരിയൽസും റിസോഴ്സസ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് തന്നെ ക്ലാസ്സുകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും പുതിയ ബാച്ചുകൾ നെറ്റ് മലയാളത്തിന് വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, മലയാളം പഠിക്കാൻ താല്പര്യമുണ്ട്, കൃത്യമായ നല്ല അധ്യാപകരുടെ ക്ലാസ്സുകൾ ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും CCയെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും ഉണ്ടാകും. താങ്ക് യു സോ മച്ച്. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.